അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ദോശ റെഡിയാക്കുന്നത്. ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, 2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ നല്ലതുപോലെ പുളി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 കപ്പ് തൈര് വരെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ വെള്ളം ഒരുമിച്ചിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും വെള്ളം ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാതും കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. വെള്ളത്തിന് നമ്മൾ ശരിക്കൊരു അളവില്ല. നമുക്ക് നമ്മുടെ ദോശയുടെ ബാറ്റർ ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അടിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് നിങ്ങൾ കൂടുതൽ ചേർക്കേണ്ട, കുറച്ച് ചേർത്തിട്ട് നമ്മുടെ ദോശൻ്റെ ബാറ്റർ അതുപോലെ ആക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാനിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ബൗളിലേക്കൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വെള്ളത്തിന് ഇതിന് പ്രത്യേകിച്ചൊരു അളവില്ല. കാരണം നമുക്ക് നമ്മുടെ ദോശൻ്റെ മാവ് നമ്മൾ എത്രത്തോളം ലൂസായിട്ടിരിക്കും, എത്രത്തോളം ടൈറ്റായിട്ടിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ദോശൻ്റെ ബാറ്റർ എങ്ങനെയാണ് ഇരിക്കുന്നത് അത്രയും ലൂസിലാണിത് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ഒരു അളവ് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള ദോശനെ നമുക്ക് ഈ ബാറ്റർ കൊണ്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നെയ്യിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം നെയ്യൊക്കെ ഞാനിതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതുപോലൊരു കയ്യിലെടുത്തിട്ട് നമുക്ക് നമ്മുടെ ദോശ അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ അതുപോലെ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അതുപോലെ ദോശ റെഡിയാക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചട്ടിയിൽ എണ്ണാക്കാതെ എനിക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന ചട്ടിയാണത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണാക്കിയിട്ടാണ് കിട്ടുന്നതെങ്കിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാൻ വിട്ടു പോകരുത്. അപ്പോൾ ഇനി നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദോശ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ദോശമാവും കൂടെ ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ദോശ മുഴുവനും ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ദോശ മുഴുവനായിട്ട് ഞാനിതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചൂട് കൊടുക്കാൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല മൊരിഞ്ഞിട്ടുള്ള ദോശ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാനും പറ്റുമല്ലോ. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കടലക്കുറുമയാണ് റെഡിയാക്കിയിട്ടുള്ളത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂട് കൊടുക്കാൻ തന്നെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.